ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ അരിവട്ടായ നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. ചോള രാജ്യത്തിലെ കണ്ണമംഗലത്ത് തായനാർ എന്നു പേരുള്ള സമ്പന്നൻ ജീവിച്ചിരുന്നു. ഒരു ഗൃഹസ്ഥന്റെ ജീവിതം അദ്ദേഹം ജീവിച്ചിരുന്നു. തായനാരെ കുറിച്ച് തിരുവള്ളൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് ഗൃഹസ്ഥന്റെ ജീവിത നിയമം പാലിക്കുന്ന ദേവന്മാരുടെ കൂട്ടത്തിലാണ് തായനാരുടെ സ്ഥാനവും. തായനാർ വലിയ ശിവഭക്തനാണ്. ചുവന്ന അരി, ചുവന്ന സസ്യം കൊണ്ടുണ്ടാക്കിയ സോസ്, മാങ്ങ അച്ചാറുകൾ എന്നിവ ഉപയോഗിച്ചുള്ള ഭക്ഷണവുമായി തായനാർ ശിവക്ഷേത്രത്തിൽ എത്തുമായിരുന്നു. ഭഗവാൻ സംതൃപ്തനായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്തിയിൽ. ശിവഭഗവാന്റെ പരീക്ഷണം തുടങ്ങി. തായനാർക്ക് സമ്പത്ത് നഷ്ടമായി. അപ്പോഴും ഭഗവാനുള്ള നിവേദ്യം മുടക്കിയില്ല. ചുവന്ന അരിക്ക് വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് ഭഗവാന് നിവേദിക്കുകയും വില കുറഞ്ഞ അരി വാങ്ങി കഴിക്കുകയും ചെയ്തു. പിന്നീട് എല്ലായിടത്തും ചുവന്നരി കൃഷി മാത്രമായി. അപ്പോൾ പച്ചിലകൾ വേവിച്ച് കഴിക്കാൻ തുടങ്ങി. പച്ചിലകൾക്കും ക്ഷാമം വന്നപ്പോൾ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പോഴും ഭഗവാനുള്ള നിവേദ്യത്തിന് കുറവ് വന്നില്ല. ഒരു ദിവസം ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ചുവന്നരിയും മാങ്ങാച്ചാറും എടുത്തായിരുന്നു യാത്ര. വളരെ ക്ഷീണിതനായിരുന്നു. ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. പതിവ്രതയായിരുന്നു അവർ. ഭർത്താവിന്റെ ഇംഗിതം പറയാതെ തന്നെ അനുസരിച്ചവൾ. പാതി വഴി എത്തിയപ്പോഴേക്കും തലചുറ്റി വീണു. കയ്യിലുള്ളതെല്ലാം നിലത്തു വീണു. ഭഗവാന്റെ നിവേദ്യം റോഡിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. വാവിട്ട് കരയാൻ തുടങ്ങി. അങ്ങ് സർവവ്യാപിയല്ലേ, സർവജ്ഞാനിയല്ലേ, ഇത് സത്യമാണെങ്കിൽ അങ്ങ് ഇവിടെ വന്ന് നിവേദ്യം സ്വീകരിക്കണം. ഇല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള അരിവാൾ കൊണ്ട് എന്റെ ജീവിതം അവസാനിപ്പിക്കും എന്ന് പറയുകയാണ്. അങ്ങനെയാണ് തായനാർക്ക് അരിവട്ടായ നായനാർ എന്ന് പേര് വന്നത്. റോഡിൽ വീണ മാമ്പഴ അച്ചാർ കഴിക്കുന്ന ശബ്ദം കേട്ടു. തോന്നലായിരുന്നില്ല. ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഉരുകി വിളിച്ചാൽ ഭഗവാന് കേൾക്കാതിരിക്കാൻ കഴിയുമോ? അരിവാൾ മാറ്റിവെച്ച നായനാരെ അനുഗ്രഹിച്ചു. നായനാർ നൃത്തവും സംഗീതവുമായി ഭക്തിരസത്തിലായിരുന്നു കുറേ നേരം. ഭൂമിയിലുള്ള ജീവിതം കഴിഞ്ഞാൽ കൈലാസത്തിൽ തുടരുക എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. ഓരോ നായനാരുടെ കഥ വായിക്കുമ്പോഴും ഭക്തിയുടെ തലം നമുക്ക് ഊഹിക്കാൻ കഴിയാതെ പോകുന്നു. നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ പോലും ജീവിതത്തിൽ വരുമ്പോൾ തളർന്നു പോകുന്നു. ഇനി എത്ര ജന്മങ്ങൾ എടുക്കണമോ ഈ ഭക്തരെ അല്പമെങ്കിലും മനസ്സിലാക്കാൻ. ഓം ശിവശക്തൈക്യരൂപിണ്യൈ നമഃ. നന്ദി, നമസ്കാരം.